ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഇലക്ട്രിക് ഫെൻസിംഗ് പുനഃസ്ഥാപിക്കാൻ നടപടിയായി. 3 കൊല്ലമായി ഇലക്ട്രിക് ഫെൻസിംഗ് കണ്ണൂരിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തിയിരുന്നു. കണ്ണൂർ ജയിൽ 2 ആഴ്ചക്കാലത്തെ സുരക്ഷാ പരിശോധന നടത്തും. 24 ബ്രേക്കിംഗുമായി ദീപക് തരമ്പടം ചേരുന്നു കോഴിക്കോട് നിന്ന്. ഗുഡ് മോർണിംഗ് ദീപക്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഏറെ നിർണായകമായ ചില നടപടികളിലേക്ക് വൈകിയാണെങ്കിലും ജയിൽ വകുപ്പ് കടന്നിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഞെട്ടിക്കുന്ന വിവരമായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അത് കഴിഞ്ഞ 3 വർഷക്കാലമായി കണ്ണൂർ സെൻട്രൽ ജയിൽ, അതായത് വിയൂർ കഴിഞ്ഞാൽ അതീവ സുരക്ഷാ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. കൊടും ക്രിമിനലുകൾ, കൊടും കൊലയാളികളെല്ലാം, കുറ്റവാളികൾ അവിടെ പാർപ്പിച്ചിരിക്കുന്നു. പക്ഷേ എന്നാൽ ഇലക്ട്രിക് ഫെൻസിംഗ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഗോവിന്ദചാമിയുടെ ദൃശ്യങ്ങളിലുമെല്ലാം ഗോവിന്ദചാമിക്ക് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളതും അദ്ദേഹം ആ ഇലക്ട്രിക് ഫെൻസിങ്ങിനെ മറികടന്നാണ് ജയിൽ ചാടിയത് എന്നുള്ളതും നമ്മൾ കണ്ടെത്തിയതാണ്. ആ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി തന്നെ ഇലക്ട്രിക് ഫെൻസിംഗ് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ADGP നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രാഥമികമായി PWDയുമായുള്ള യോഗം കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിയൂർ സെൻട്രൽ ജയിലിൽ മാത്രമാണ് ഇപ്പോൾ ഇലക്ട്രിക് ഫെൻസിംഗ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും പ്രവർത്തിക്കുന്നത് എന്നുള്ളതും ഒരു ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ്. തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിലും ഇലക്ട്രിക് ഫെൻസിംഗ് വർക്ക് ചെയ്യുന്നില്ല. മറ്റൊന്ന് തവനൂരിലെ ജയിലിൽ ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിക്കേണ്ടതുണ്ട്. അതായത് ഇലക്ട്രിക് ഫെൻസിംഗ് വേണം എന്നുള്ളത് സുരക്ഷാ നടപടിയുടെ ഭാഗമായി തീരുമാനിച്ചെങ്കിലും അതുണ്ടായില്ല എന്നുള്ളത്, അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് കണ്ണൂരിൻ്റെയും പൂജപ്പുരയുടെയും കാര്യത്തിൽ ഉള്ളത് എന്നുകൂടി ജയിൽ വകുപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിലെ സെല്ലുകളിൽ ഓരോന്നിലും 2 ആഴ്ച നീളുന്ന ഒരു വലിയ പരിശോധനയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടക്കുകയാണ്. അതിൽ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളത് പ്രധാന ലക്ഷ്യം. മറ്റൊന്ന് ബീഡി ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ, കഞ്ചാവ് ഉൾപ്പെടെ അവിടെ ലഭിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന ഗോവിന്ദചാമി തന്നെ പോലീസിന് മൊഴി നൽകിയതാണ്. ഷിഹാബ് കഞ്ചാവ് നൽകിയതിൻ്റെ ആവേശത്തിലാണ്, ലഹരിയിലാണ് ജയിൽ ചാടിയത് എന്ന് ഗോവിന്ദചാമിയുടെ മൊഴിയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ഡ്രൈവാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 2 ആഴ്ചക്കാലം അത് നീണ്ടു നിൽക്കും. അതുപോലെ പ്രശ്നക്കാരെ, സ്ഥിരം കുറ്റവാളികളെ സെല്ലുകൾ മാറ്റുക എന്നുള്ളതുൾപ്പെടെയുള്ള ഒരു ക്ലീൻ പ്രോസസ്, ഒരു ക്ലീൻ മിഷൻ ജയിലിൽ കണ്ണൂരിൽ ആരംഭിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ദീപക് തരമ്പടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.